അറിയിപ്പ്. കുറേ നാളുകളായി കള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ താമസിക്കുന്ന ശ്രീമതി വി വത്സല വെള്ളാരം വീട്ടിൽ എന്നയാൾ പഞ്ചായത്ത് ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയും നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വത്സലയെ പൊതുശല്യമായി പ്രഖ്യാപിക്കാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നു. ഇതങ്ങോട്ട് നേരത്തെ ഒട്ടിക്കാം. അതെ, നമ്മൾ പോയി ഒട്ടിക്കൽ ശരിയാവില്ല. ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സുഖം കൂട്ടാൻ പോയിക്കണേ. അതെ, നമ്മുടെ പാർട്ടിയിൽ ആരും വിളിച്ചിട്ട് ഇതിന് തയ്യാറാവില്ല. അങ്ങനെ ഞാനൊരു ബംഗാളിനെ കണ്ടെത്തിയത്. അത് എന്തേലും കൊടുത്താൽ മതി, അവ ഒട്ടിക്കും. ആണോ? ബംഗാളി പിന്നെ തൂ പോസ്റ്റർ ഒട്ടിക്ക ഹേ മതിൽ മേ വത്സല ഹേ പഞ്ചായത്ത് ശല്യം ഹേ ഒട്ടിക്ക ഹേ പശ തേച്ചിട്ട് ചുമരിന്റെ മുകളിൽ ഒട്ടിക്ക ഹേ. ഓക്കെ, കൊടുത്താൽ മതി. ആവോ എന്താ സാറുമാരെ, വത്സലയുടെ തലയ്ക്ക് ഇനാം പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ തുടങ്ങിയോ? നിങ്ങൾ ഇത്രയും പബ്ലിസിറ്റി എനിക്ക് തരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കുറച്ചും കൂടി ശല്യം ചെയ്തേനെ. ശീതള, തൽക്കാലം നമുക്ക് ഇവർക്ക് വേറൊരു പോസ്റ്റർ ഒട്ടിക്കാൻ പണി കൊടുത്താലോ? അത് കൊടുക്ക്. ഇത് നാട്ടുകാരുടെ കൂട്ടായ്മയുടെ വിജയം. കള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പാറമടയ്ക്കുള്ള ഖനനാനുമതി കോടതി സ്റ്റേ ചെയ്തു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നൽകിയ കേസ് പരിഗണിച്ച ഹൈക്കോടതി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. സോറി മാഡം. जेरोक्स कॉपी लेके पूरा गांव में लगाओ, ठीक है? കൈയടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞു അല്ല, അതുകൊണ്ട് പോണം. അപ്പൊ ഇതാ കൊണ്ടുപോ. അതല്ല നമ്പൽക്കാരനെ പേടിക്കാതെ നല്ല പടം. അതെ, നമ്പൽക്കാരനെ കൊണ്ടുപോവാ. അതെന്തിനാ? പടന്റെ നമ്മുടെ ഇവിടെ ഇല്ലേ? ഇതുപോലെ അപ്പൊ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ. എന്നാലും വല്ലാത്ത ചതിയായി പോയി വന്നോച്ചേ. എന്റെ കയ്യിൽ നിന്ന് കോഴ മേടിച്ചിട്ട് എനിക്കെതിരെ കേസ് നടത്തിയല്ലേ? അയ്യോ, അതതിന് കോഴയായിരുന്നില്ല മുതലാളി, പിന്നെ സംഭാവനയല്ലേ? സംഭാവന. എന്തോ സംഭാവന? പാറമടയ്ക്കെതിരെ കേസ് നടത്തുന്ന ആക്ഷൻ കൗൺസിലിന് നിങ്ങൾ ഉദാരമായി ചെയ്ത സംഭാവന. എനിക്കെതിരെ കേസ് നടത്താൻ ഞാൻ സംഭാവന തന്നു? അതെ, കേസ് നടത്താൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാതിരിക്കുന്ന സമയത്താണ് മുതലാളി നിങ്ങൾ അന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് 10 ലക്ഷം രൂപ സമ്മാനമായി തരാം, വൈകുന്നേരം 15 ലക്ഷം കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞു വന്നത് ഓർക്കുന്നുണ്ടോ? അത് ഞാൻ കേസ് നടത്താനായിട്ട് ഉപയോഗിച്ചു. പിന്നെ ബാക്കിയുള്ള പൈസ പാറമടക്കാരനും വീണ്ടും കീറിയ വീടുകളെല്ലാം പുതുക്കി പണിയാൻ വേണ്ടി കൊടുത്തു. എന്നാൽ ഇത്രയ്ക്ക് ചതി എന്നോട് വേണ്ടായിരുന്നു. ഈ രാഷ്ട്രീയക്കാരോ ഈ ഉദ്യോഗസ്ഥരോ ഇന്നേ വരെ കോഴയിൽ എന്നോട് വഞ്ചന കാണിച്ചിട്ടില്ല. എൻ്റെ കാശും പോയി, എൻ്റെ കോറിയും പോയി. കയ്യിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയാണല്ലോ ഞാൻ മേടിച്ചത്.